മെരുളെ പണിയിൽ കഴിഞ്ഞാ എന്ത് കറി വെച്ചത് നീ? ആ പണിയൊക്കെ കഴിഞ്ഞമ്മേ. ഞാനേ കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പരിപ്പുണ്ടായിട്ടേ ആ പരിപ്പും പിന്നെ ഒരു തക്കാളി ഇട്ടിട്ട് രസം ഉണ്ടാക്കി. വെറും രസം കൂട്ടാനേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നില്ലേ, ഉള്ളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. അയ്യോ കറിക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോയി കാണല്ലോ മോളെ. ഇനി മോന് വരുമ്പോൾ പറയണം എന്തൊക്കെ വേണം കേട്ടല്ല. ഇതിപ്പോ രസവും ഉള്ളി ചമ്മന്തിയും കെട്ടിയിട്ട് ചോറ് കഴിക്കാനേ ഒരു രസം ഉണ്ടാവില്ല. അതേ മീ സാധനത്തിനോട് ഏട്ടനോട് പറയാം. പിന്നെ എന്താക്കാൻ, ഇന്ന് മീൻകാരന് വന്നിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടേ കറി വെക്കായിരുന്നു. ഇതെന്ത് വയ്യമ്മ ചെയ്യുന്നേ? ഇതുവരെ നേരം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നായി കടിച്ചതുപോലെ നായിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ വല്ല പേപ്പട്ടിയും കടിച്ചിട്ടേ പേപ്പട്ടിനെ പോലെ ആയിട്ടുണ്ടാവോ? അമ്മേ 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 നിങ്ങൾക്ക് എന്നാ പറ്റിയതാ? എനിക്ക് എന്തോന്ന് പറ്റാനാ മോളെ, ഞാനിവിടെ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്. അതല്ല അമ്മേ, നിങ്ങളെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്തോ നായി കോഷ്ടിരുന്നത് പോലെയൊക്കെ സൗണ്ട് ആക്കുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. എടി മോളെ ഞാൻ എന്ത് ചെയ്യാനാ, നിനക്ക് ഇവിടെ നല്ലൊരു മണം മണക്കുന്നില്ലേ? എന്ത് മണമാ അമ്മേ? എനിക്കൊന്നും മണക്കുന്നില്ല. എടി നീ നന്നായിട്ടേ മൂക്കൊന്ന് കൂർപ്പിച്ച് നോക്കിയേ, എന്തോ നല്ല മണം മണക്കുന്നില്ലേ? എന്ത് മണം അമ്മേ? എനിക്കൊന്നും മണക്കുന്നില്ല. എടി നമ്മൾ അപ്പുറത്തെ വീട്ടിലെ സുശീലയില്ലേ, അവള് നല്ല മീൻ പൊരിച്ചതും മീൻ വറുത്തതും പിന്നെ മീൻ കറിയൊക്കെ വെക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. നല്ല മീനിന്റെ മണം അടിക്കുന്നു. ആ അതേ അമ്മേ, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേ. അതെന്നെ അവിടെ സുശീലാക്കാന്റെ വീട്ടിൽ നിന്ന് നല്ല മണം അടിക്കുന്നുണ്ട്. നല്ല മീനെന്തോ പൊരിച്ചു വെക്കുന്നെന്നാ തോന്നുന്നത്. ആ എന്താ മണം. അവളുടെ ഒരു ഭാഗ്യം, ഇന്ന് നല്ല മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു വെട്ടൊന്നും വെട്ടാണ്ടിരിക്കില്ല. അമ്മ ഇങ്ങനെ നെടുവീർപ്പൊന്നും ഇടല്ലമ്മ. ഞാൻ നെടുവീർപ്പിടുമ്പല്ലമ്മേ എനിക്ക് നല്ല പേടിയാവുന്നു. അതൊന്നും നീ പേടിക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ നെടുവീർപ്പിട്ടെങ്കിലും 100 വയസ്സ് വരെയെങ്കിലും ജീവിക്കാണ്ടിരിക്കില്ല. ആ അതാ വിചാരിക്കുന്നത്, 100 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്നെ കൊല്ലാകൊല ചെയ്യാനല്ലേ. എന്തുവാ മോളെ വല്ലതും പറഞ്ഞോ? ഞാനെന്ത് പറയാനമ്മേ, ഞാൻ പറയായിരുന്നേ സുശീലച്ചിന്റെ ഒരു ഭാഗ്യേ, സുശീലച്ചക്ക് നല്ല മീൻ കറിയും കൂട്ടിയിട്ട് നന്നായിട്ട് ചോറുണ്ണാലോ. ആ അതേ മോളെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് രസം കൂട്ടിയിട്ട് ചോറുണ്ണാം വാ. ഇനിയിപ്പോൾ നാളെ ആമിട്ടല്ലേ നല്ല മീൻ കറി ആമിട്ട് വെക്കാം. അയ്യേ അതിനെന്തിനാ അമ്മ ഇപ്പൊ കറിയുന്നേ? എടി മോളെ ഞാൻ കാര്യമൊന്നുമല്ല, എൻ്റെ കണ്ണമ്മേ അറിയാണ്ട വെള്ളം വരുന്നതാ. അതില്ല മോളെ, മീനില്ലാണ്ട് ഒരു വറ്റ് വായു താഴോട്ട് ഇറങ്ങത്തില്ല. ഓ അതാണ് അമ്മ കാര്യം. അമ്മേൻ്റെ ഒരു ആഗ്രഹമല്ലേ ഇന്ന് മീൻ കറി കൂട്ടിയിട്ട് ചോറുണ്ണണം, അത് ഞാൻ ഇപ്പം നിറവേറ്റി തരാം. അതെങ്ങനെയാ മോളെ? അതൊക്കെ ഉണ്ട്, ഇപ്പം ഞാൻ കൊണ്ടുവരാം, നോക്കിക്കേ. എങ്ങോട്ടാ മോളെ? അമ്മ അവിടെ ഇരും, ഞാനേ നല്ല ഒന്നാന്തരം മീൻ കറിയും കൊണ്ടുവരാം. എങ്കിലും കുഴപ്പമില്ല മോളെ പോയിക്കോ. ഹായ്, നല്ല ഒന്നാന്തരം മീൻ കൂട്ടിയിട്ട് ഒരു പീടിയും കൂടെ പിടിക്കണം. അങ്ങേര് എന്തോരം മീനാ കൊണ്ടുവന്നത്, വെട്ടി കറിയൊക്കെ വേണം, കാച്ചിയും വേണം. ഓ എത്ര സമയമെന്ന് വെച്ചാ. കറിയൊക്കെ റെഡിയായി. ഇതിപ്പോ അങ്ങേരിത് ഇവിടെ പോയി. ഫാൻ വിട്ട് വെച്ചാൽ അത് ഓഫാക്കാൻ പോലും ഈ വീട്ടിലുള്ളവർക്കറിയില്ല. എന്തോരം കറണ്ട് ഇവര് പാഴാക്കുന്നത്. എത്രയാന്ന് വെച്ചാൽ കറണ്ട് ബില്ല് എടുക്കാം. ഇപ്രാവശ്യം എന്താണ് 2500 മുകളിലാവും കറണ്ട് ബില്ല് ഇങ്ങനെ ഫാൻ ഇട്ട് വെച്ചാല്. ഇതൊന്നും ഓഫാക്കാൻ ഇവിടെ ആരില്ല. പണിയെടുത്തിട്ടേ വിയർത്തൊക്കെ വന്നതല്ലേ, കുറച്ചു നേരം ഫാനൊക്കെ കൊള്ളാം. ഇപ്പോഴാ സമാധാനായ. സുശീലേച്ചി. അല്ല ആരിത്, രേവാ? വാ വാ അകത്തോട്ട് വാ. സുശീലേച്ചി നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ നിങ്ങളുണ്ടാവോ ഇല്ലേന്ന് വിചാരിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങിയതാ. ഞാനിവിടെ പോവാനാ മോളെ, ഞാനിവിടെ തന്നെ അല്ലേ. ഹായ് നല്ല കാറ്റുണ്ടല്ലോ ചേച്ചി, നല്ല കാറ്റ് വരുന്നല്ലോ ഫാന്. ഇതാരുടെ? നമ്മളെ ഫാൻ തന്നെയാ? നമ്മളെ ഫാനല്ല മോളെ, എന്റെ ഫാൻ. അതെന്തുവാ ചേച്ചി അങ്ങനെ ഒരു വർത്താനം? ഇതിപ്പോ നമ്മുടെ വീടാന്ന് പറഞ്ഞാലേ ഇതിപ്പോ എന്റെ വീടാവോ? അതിനിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ എഴുതി തന്നാലല്ലേ എന്റെ പേരിലാവും. നീ എന്നെ ആള്, ഇനിയിപ്പോ നിന്റെതെന്ന് പറഞ്ഞാലേ പിറ്റേ ദിവസം മുതൽ അത് നിന്റെ പേരിലായാലോ. എന്റെ ചേച്ചിയുടെ ഒരു തമാശ. അല്ല രേവു, നീ ഇന്നലെ രാത്രി എവിടെ പോയതാ? നിന്നെ ഇന്നലെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എവിടെ പോവാനാ ചേച്ചി, ഞാൻ ഏട്ടൻ്റെ വെച്ചിട്ടേ രാത്രി വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാ. എന്താ ചേച്ചി എന്താ കാര്യം? എടി അതൊന്നുമില്ല, അത് നമ്മുടെ അപ്പുറത്തെ ഗീതവും പ്രിയയില്ലേ, അവർ തമ്മിൽ മൊത്തം വഴക്കായിരുന്നു. അതാ ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു അവിടെ തമ്മിൽ എന്തോ വഴക്കൊക്കെ നടന്നു. ഞാനാണേലേ ഒന്നും കേട്ടൂല. പിന്നെ അമ്മയല്ലേ, അമ്മ അതും ഇതോ എന്തൊക്കെയോ പറയും, അതുകൊണ്ട് ഞാൻ അമ്മ പറയുന്നത് നിങ്ങൾ കേൾക്കാനും പോയില്ല. എന്താ ചേച്ചി സംഭവം എന്താ? എന്തിനാ അവരെ തമ്മിൽ വഴക്കുണ്ടാക്കിയേ? നിന്റെ തോളൊന്ന് കൈയെടുക്കേ, ഞാൻ പറയാം. സോറി ചേച്ചി, അതൊരു ആവശ്യത്തിന് പുറത്ത് തോളിൽ കൈ വെച്ചതാ. ചേച്ചി കാര്യം പറയാം, എന്താ ഇങ്ങനെ നടന്നേ? ഇത് വേറൊന്നുമില്ല, അവരെ പ്രിയയും ഗീതയും തമ്മില് പ്രിയന്റെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഗീതന്റെ പറമ്പിലും ഗീതന്റെ പറമ്പിലെ വേസ്റ്റ് ഒക്കെ പ്രിയന്റെ പറമ്പിലോട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയായി, ഭയങ്കര അടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അടിയോ? എന്നിട്ട് ആർക്കാ ചേച്ചി അടിയുണ്ട്? ആർക്കെന്നറിയില്ല, രണ്ടാർക്കും അടി കിട്ടിയെന്നാ തോന്നുന്നത്. സുശീല ചേച്ചി. അല്ല ആരിത്? സവിതേച്ചിയാ? വാ വാ അകത്തോട്ട് വാ. അല്ല സുശീല ചേച്ചി, നല്ല ഫാനല്ലോ, നല്ല തിരുന്ന് നല്ല കാറ്റുണ്ട്. ഇത് എവിടുന്ന് വാങ്ങിച്ചേ? അത് ഏട്ടനില്ല, മറ്റേ ഈ റേഡിയോ ഇലക്ട്രോണിക്സ് ഇല്ലേ, അവിടുന്ന് വാങ്ങിച്ചതാ. എന്റെ വീട്ടിലുണ്ട് ഒരു ഫാൻ, ഇത്തിരി പോലും കാറ്റ് കൊള്ളത്തില്ല. നമ്മൾ അതിനെ കൂടി തിരിക്കണം, എന്നാലേ കുറച്ചെങ്കിലും കാറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ഫാൻ ഉണ്ടായിരുന്നു സവിത ഇവിടെ. പിന്നെ അതിൽ തീരെ കാറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഏട്ടനിത് ഞാൻ പോയിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പൊ കറക്കിടുക പറഞ്ഞിട്ട് എന്താ കാര്യം? മഴയാണെങ്കിലും നല്ല മഴ, വെയിലാണെങ്കിലോ പൊള്ളുന്ന വെയിലും. ഇപ്പൊ നോക്ക്, മഴക്കാലം പറഞ്ഞാൽ ആരെയും വിശ്വസിക്കോ? എന്താ ചൂടല്ലേ? അത് പറഞ്ഞത് വളരെ കറക്റ്റാ ചേച്ചി. എന്താ ചൂടല്ലേ? ഈ കർക്കിടകത്തിലെ ചൂടിന് എന്തോ പറയുന്നില്ലേ, ആയിന്റെ പുറം പൊള്ളുന്ന ചൂടെന്നൊക്കെ. ഇത് വല്ലാത്തൊരു ചൂടിനെയാ. ഇനിയിപ്പോ ഫാൻ കൊണ്ടൊന്നും കിട്ടത്തില്ല, AC തന്നെ വാങ്ങേണ്ടി വരും.
അത് ശരിയാ, ഇപ്പൊ ഫാനിലൊന്നും നിൽക്കത്തില്ല, എ സി തന്നെ വാങ്ങേണ്ടി വരും, എന്നാലേ ചൂടിന് ഇച്ചിരി ശമനം ഉണ്ടാവുള്ളൂ. പിന്നെ ചേച്ചി നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ ഇന്നലെ നടന്ന പ്രിയന്റെയും ഗീതന്റെയും കാര്യോ? അത് ഞാനും കേട്ടായിരുന്നു. അതെ ചേച്ചി, അവര് രണ്ടുപേരും തമ്മിൽ മുട്ടം വഴിക്കായിരുന്നു, എന്നിട്ട് ഇപ്പൊ രണ്ടാളും ഹോസ്പിറ്റലിലുള്ളതാ. ഓ അതെയാ, അത് ഞാൻ അറിഞ്ഞില്ല. സവിത ചേച്ചി ഏത് ഹോസ്പിറ്റലാണ് അവർ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്? അതെന്തിനറിയാമോ നിനക്ക്? നീ എന്താ അവർ നോക്കാൻ പോകുന്ന? അല്ല ചേച്ചി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമല്ലേ, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, അതോട് ചോദിച്ചതേയുള്ളൂ. പിന്നെയല്ലേ സുഷി ചേച്ചി, കുറച്ച് ഇഞ്ചി ഉണ്ടാവോ? ഏട്ടനില്ലേ വരുമ്പോ ഇപ്പൊ ചിക്കനൊക്കെ വില കുറവല്ലേ, അതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിനെ. അത് കറി വെക്കാൻ നോക്കുന്ന സമയത്ത് ഇഞ്ചിയാണല്ലേ, ഇഞ്ചി തീർന്നു പോയിക്കുന്നു. ഇഞ്ചിയാ? ഞാൻ ഇഞ്ചി ഇപ്പം കൊണ്ടുവരാം. ചേച്ചി ചെറിയൊരു വിഷം മതിട്ടാ. ഇവിടെ വല്ലാത്തൊരു സാധനം തന്നെ, വന്നപ്പോ തന്നെ അവളുടെ കാര്യം ചോദിച്ചതുണ്ടല്ലേ എത്ര പെട്ടെന്ന്. ചേച്ചി ഈ വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോട്ടാ. ചേച്ചി നിങ്ങൾക്ക് ചേട്ടനോട് വരുമ്പോ കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? എന്താ കോഴി മാത്രം കൊണ്ടുവന്നതാ, ബാക്കിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറയായിരുന്നില്ലേ? എടി അത് പിന്നില്ലേ, ആ കടയില് കോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത കടയിൽ അവിടെ ആണെങ്കിലേ ചേട്ടന് പോകുന്ന സമയത്ത് കട പൂട്ടിയിരിക്കുന്നു പറഞ്ഞു. ഓ അതെയോ, അത് ശരി. എടി സവിതേ, ഇതാ ഈ ബാഗിനകത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. താങ്ക്സ് ചേച്ചി. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാട്ടാ. ചേച്ചി ഞാൻ പോയിട്ട് പിന്നെ വരാട്ടാ. ഇനിയിപ്പോ കുറെ സമയം വൈകിയല്ലേ, ചിക്കൻ കറിയൊക്കെ എപ്പാവാനാന്തോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്ന് നേരം വൈകിയാല് അമ്മായിയമ്മന്റെ വായിലുള്ളതൊക്കെ കേൾക്കേണ്ടി വരും. ഏത് നിങ്ങൾ അമ്മായിയമ്മയാ? നിങ്ങൾ അമ്മായിയമ്മ, നിങ്ങളൊന്ന് വേറെ കുറച്ച് ആൾക്കാരെ അമ്മായിയമ്മയെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഒന്ന് പോരെയോ? ഇനിയിപ്പോ ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാനൊന്നും സമയമില്ല, ഞാൻ പോയിട്ട് വരട്ടെ. എന്തുവാ ചേച്ചി നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ കമ്പനി കൂടുന്നത്? ഞാൻ എന്ത് ചെയ്യാനറിയോ? പിന്നെ ഇവർക്ക് വീട്ടിലേക്ക് ഒരു കോഴി വാങ്ങിയ ആൾക്കാർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങാൻ പറ്റാത്തത് നോക്കി ഇവിടെ വന്നിട്ട് ഒരു പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വന്നിട്ട് വാങ്ങിയിട്ടല്ലേ പോയത്. അവർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവർ നോക്കി വന്നപാടെ അടുത്ത വീട്ടിലടി ഇപ്പുറത്തെ വീട്ടിലടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മയക്കി എടുത്തിട്ട് വന്നിട്ട് സാധനം വാങ്ങി പോകുന്നത് കണ്ടാ. ഇവരെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറ്റിയിട്ടുള്ള കുറ്റം മൊത്തം മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കും. അത് നീ പറഞ്ഞത് വളരെ കറക്റ്റ് അറിയോ. ഇന്നലെ വായിക്കുന്ന സമയത്ത് ഇവിടെ അവിടെ നിന്നിട്ട് നോക്കിയിട്ട് മറ്റേ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വല്ലാത്ത കുറ്റം പറച്ചിലായിരുന്നു. അതെ ചേച്ചി, ഇവരുടെ സ്വഭാവം അങ്ങനെ. നമുക്ക് എന്തിനും മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിരുന്നാൽ മതിയല്ലേ. അതെ അതെ. അല്ല ചേച്ചി നല്ല മണക്കുന്നല്ലോ, എന്താ കറി വെച്ചേ? അതില്ലേ ഏട്ടന് ഇത്തിരി മത്തി കൊണ്ടുവന്നായിരുന്നേ, അപ്പൊ മത്തി കിട്ടിയതല്ലേ, അതുകൊണ്ട് കുറച്ച് മത്തിക്കറിയും കുറച്ച് മത്തി ഫ്രൈ ആക്കിയും വെച്ച്. അതെയാ ചേച്ചി, വെറുതെ അല്ല, നല്ല മണടിക്കുന്നു. എടി ഈ സവിത ഉണ്ടല്ലോ, എപ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് ചേച്ചി അതുണ്ടാ, തക്കാളി ഉണ്ടാ, അല്ല സോപ്പ് ഉണ്ടാ, അല്ല അതുണ്ടാ, അല്ല മറ്റേതുണ്ടാ, ഇങ്ങനെ എപ്പോ വന്നിട്ടും ചോദിക്കും. നിന്റെ വീട്ടിൽ അങ്ങനെ വന്ന് ചോദിക്കുന്ന? എന്റെ കല്യാണത്തിന് മുമ്പ് അവർ എപ്പോ വീട്ടിൽ വന്നിട്ട് അതുണ്ടാ ഇതുണ്ടാന്നൊക്കെ അമ്മയോട് ചോദിച്ചിട്ട് പോവായിരുന്നു അത്രേ. എപ്പോ നോക്കിയാലും ഓസിയിൽ കുടുംബം പോറ്റുന്നല്ലേ അവര്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഞാനിങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ തന്നെ ഒരു 100 പ്രാവശ്യം ആലോചിക്കും. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോകലുമില്ല, അപ്പുറത്തെ വീട്ടുകാരൊന്നും ഒന്നും വാങ്ങലുമില്ല. ചേച്ചി എന്നെ പറ്റിയിട്ട് ചേച്ചിക്ക് അറിയാലോ. അതെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ, നീ ഒന്നും വാങ്ങത്തൂല്ല, ഒന്നും കഴിക്കാറില്ലല്ലോ അപ്പുറത്തെ വീട്ടിൽ നിന്നോ. ചേച്ചി അടുപ്പത്തുനിന്ന് കറി ഇറക്കി വെച്ചാ? ആടി അവള് വന്ന് ഇഞ്ചി ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ പോയിട്ട് അടുപ്പത്തുനിന്ന് കറി ഇറക്കി വെച്ച് വന്നതാ. ഞാനുണ്ടല്ലോ ചേച്ചി, ഞാൻ ആരുടെ അടുത്തൊന്നും കറിയൊന്നും ചോദിച്ച് വാങ്ങിക്കാറില്ല. പക്ഷെ ചേച്ചിൻ്റെ അടുത്ത് ചേച്ചിന്റെ കറിക്ക് എന്തോ ഒരു ടേസ്റ്റ് അല്ലേ. ചേച്ചിന്റെ കറിന്റെ മണം എന്റെ വീട്ടിലേക്ക് അടിക്കുന്നു. ചേച്ചിയോട് മാത്രം ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ചേച്ചിയോട് ഒന്നും ചോദിക്കാറില്ലല്ലോ. പിന്നെ എന്റെ അമ്മായിമ്മയ്ക്ക് ഇച്ചിരി കറി വേണമായിരുന്നു. ഇച്ചിരി കറി ഉണ്ടാവോ ചേച്ചി? എന്റെ വീട്ടിലാണെങ്കിൽ രസം വെച്ചതാ, പാവം അമ്മായിമ്മേ എങ്ങനെ കഴിക്കാനാ, അതുകൊണ്ട് ഇച്ചിരി കറി ഉണ്ടെങ്കിൽ ഇച്ചിരി കറി തരുമോ ചേച്ചി? ഒരു ചെറിയ ബൗളിൽ ഇച്ചിരി കറി, ഒരു മീനും, പിന്നെ ഒരു ചെറിയ പൊരിച്ച മീൻ ഉണ്ടെങ്കിൽ തരുമോ ചേച്ചി? എനിക്കല്ലപ്പാ, എന്റെ അമ്മായിമ്മയ്ക്ക് വയസ്സായതല്ലേ, അവർക്ക് മീൻ കറി ഇല്ലാണ്ട് ഇറങ്ങത്തില്ല. പക്ഷെ എനിക്കാണെങ്കിൽ മീനും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി ഉണ്ടാവോ ചേച്ചി? നീ പിന്നെ എന്നോടൊന്നും ചോദിക്കാറില്ലല്ലോ. പിന്നെ നിന്റെ അമ്മ പാപം, അവര് ഈ വയസ്സാം കാലത്ത് എങ്ങനെ രസം കൂട്ടിയിട്ട് ചോറ് വയ്ക്കുന്നല്ലേ. ഞാൻ ഇച്ചിരി കറി കൊണ്ടുവരാം. ഞാനില്ലേ ഇപ്പം കൊണ്ടുവരാട്ടാ ഇച്ചിരി കറി. ഇത്തിരി കറി ചോദിക്കാൻ എത്ര മെനക്കിടണം. എടി ദേവോ, എന്നാ ഇച്ചിരി മീൻ പൊരിച്ചതും പിന്നെ ഇച്ചിരി കറിയും ഉണ്ട്. അയ്യോ ചേച്ചി, ഞാൻ ഇച്ചിരി ചോദിച്ചോളൂല്ലോ. ഇതെന്തുവാ ചേച്ചി ഇത്രയും പൊരിച്ച മീനും ഇത്രയും കറിയൊക്കെ കൊണ്ടുവന്നിന്? എടി എന്റെ അമ്മായിമ്മയ്ക്ക് നല്ല വയസ്സായില്ലേ, അപ്പൊ അവര് ഇച്ചിരി പൊരിച്ച മീനും കുറച്ച് കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായി ഭക്ഷണം കഴിക്കും. അവർക്ക് വായിക്ക് രുചിയൊന്നും പറ്റുന്നുണ്ടാവില്ല. അയ്യോ ചേച്ചി, എന്നാലും ഇത്രയും കറിയൊക്കെ വേണ്ടായിരുന്നു. സാറില്ല രേവോ, നീ എന്റെ അനിയത്തെ പോലല്ലേ, നീ എടുത്തോ. നിനക്കല്ലോ അമ്മായിമ്മയ്ക്കല്ലേ. താങ്ക്സ് ചേച്ചി. എന്നാലേ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഞാനെന്നാ പോയിട്ട് വരാട്ടാ. ശരി രേവു, നീ പോയിക്കൊന്നാല്. പാവം, ഇവളിതവിടെ പോയിട്ട് എന്തെടുക്കുന്നത്? എത്ര സമയമായി പോയിട്ട്? അമ്മേ ഞാൻ വന്നേ. ഇതെന്തുവാടി നിന്റെ കയ്യിൽ ഇത്രയും മീൻ കറി ഇത്രയും മീൻ പൊരിച്ചതൊക്കെ? ഞാൻ അവിടെ നിന്ന് അറിയാണ്ട് എടുത്തോണ്ട് വന്നതാ. എന്തമ്മേ ഞാൻ അറിയാണ്ട് കൊണ്ടുവരുമോ? ഇതേ നമുക്ക് ചേച്ചി തന്നതാ, സുശീലേച്ചി. പിന്നെ നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ തന്നതാ. എന്നാലും എന്റെ വിഷമിട്ട് കോട്ടയിൽ കരിഞ്ഞിട്ട് വയ്യ. നീ പെട്ടെന്ന് തന്നെ എനിക്ക് ചോറ് എടുത്തോണ്ട് വാ, രസമൊന്നും കൂട്ടണ്ട, ഈ മീൻ കറിയും മീൻ പൊരിച്ചത് എടുത്തോണ്ട് വാ, കേട്ടല്ലോ. ശരി അമ്മേ, ഞാൻ ഇപ്പം തന്നെ ചോറ് വിളമ്പിക്കൊണ്ട് വരാം. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു, മത്തി പൊരിച്ചതൊക്കെ കഴിച്ച് കണ്ട കാലം മറന്നു. നീ പെട്ടെന്ന് തന്നെ പോയിട്ട് ചോറ് എടുത്തോണ്ട് വാ, വാങ്ങിപ്പോ വെള്ളം വരാൻ തുടങ്ങി. ശരി അമ്മേ, ഇപ്പം തന്നെ കൊണ്ടുവരാം. എന്നാ ചോറ്? ഞാനിപ്പോ തന്നെ എനിക്ക് എടുത്തോണ്ട് വരാം.
ആ രസം ഉണ്ടല്ലോ, അതെ ഫ്രിഡ്ജിലെടുത്ത് വെക്ക്, അത് നമുക്ക് നാളെ കഴിക്കാം. ആ ഞാനത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചമ്മേ.